ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓഥർ ഭാവഭൂതിയാണ്. ഭാവഭൂതിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോയറ്റ് ഓഫ് കരുണരസ. കരുണരസത്തിൻ്റെ പോയറ്റ് എന്ന് അറിയപ്പെടുന്ന പോയറ്റാണ് ഭാവഭൂതി. കനൗജിലുണ്ടായിരുന്ന യശോവർമ്മൻ എന്ന കിങ്ങിൻ്റെ കോർട്ടിലെ പോയറ്റായിരുന്നു ഇദ്ദേഹം. ഭാവഭൂതിയുടെ ഒറിജിനൽ പേരാണ് ശ്രീകാന്ത്. ഉത്തരരാമചരിതം എന്ന കൃതിയുടെ ലിറ്ററൽ മീനിങ് ദ ലേറ്റസ്റ്റ് സ്റ്റോറി ഓഫ് രാമ എന്നാണ്. ഇതൊരു നാടക സ്റ്റൈലിൽ എഴുതിയിട്ടുള്ള കൃതിയാണ്. അതുകൊണ്ട് ഇതിൽ 7 സീനുകളാണ് ഉള്ളത്. സീതയെ ഉപേക്ഷിക്കുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള തീം. സീത 2 ട്വിൻസിന്, അതായത് ലവകുശയ്ക്ക് ജന്മം നൽകുകയും അവരെ വാൽമീകി വളർത്തുന്നതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കഥയുടെ തീം. ശേഷം രാമൻ അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും പിന്നെ അവർ തിരിച്ചു വരുന്നതും പിന്നെ ഇവരുടെ കല്യാണമൊക്കെയാണ് ഈ ഒരു കൃതിയുടെ എൻഡ്. ഭാവഭൂതിയുടെ മറ്റൊരു ലവ് സ്റ്റോറിയാണ് മാലതി മാധവ. ഇത് പത്മാവതി എന്ന സിറ്റിയിലാണ് നടക്കുന്നത്. മിനിസ്റ്ററുടെ മോളായിരുന്നു മാലതി. മിനിസ്റ്ററുടെ മോള് നന്ദന എന്ന് പറയുന്ന ഒരാൾ കല്യാണം കഴിക്കണമെന്നായിരുന്നു രാജാവിൻ്റെ ആഗ്രഹം. പക്ഷെ മാലതിയും മാധവയും ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. അറ്റ് ദ എൻഡ് മാലതിയും മാധവയും ഒരുമിക്കുകയാണ് ചെയ്യുന്നത്. ഭാവഭൂതിയുടെ അടുത്ത കൃതിയാണ് മഹാവീരചരിത. ഇതിൻ്റെ മീനിങ് എക്സ്പ്ലോയിറ്റ്സ് ഓഫ് ദ ഗ്രേറ്റ് ഹീറോ എന്നാണ്. ഇതും ഒരു രാമായണത്തിന് ചുറ്റിപ്പറ്റിയുള്ള കഥയാണ്. മഹാവീരൻ എന്നത് രാമനാണ്. രാവണനെ തോൽപ്പിക്കുന്നതും രാമനെ കോറണേഷനൊക്കെയാണ് ഈ ഒരു കഥയുടെ തീം. ഭാവഭൂതിയുടെ ആദ്യത്തെ പ്ലേ കൂടിയാണ് മഹാവീരചരിത. കരുണരസത്തിൻ്റെ പോയറ്റാണെങ്കിലും ഈ ഒരു കൃതിയിൽ നമുക്ക് അതായത് ഹീറോയിസത്തിൻ്റെ രസമായിട്ട് ആണ് പ്രൊമിനൻ്റ് ആയിട്ട് കാണുന്നത്. രാമായണത്തിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്റ്റോറിയാണെങ്കിലും പ്ലോട്ട് പല സമയങ്ങളിലും സ്ഥലങ്ങളിലും രാമായണത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. കൂടാതെ ഈ ഒരു കൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭാവഭൂതിയെക്കുറിച്ച് നമുക്ക് ആകെ അറിയുന്ന കാര്യങ്ങൾ ഈ ഒരു കൃതിയിലെ പ്രലോഗിൽ നിന്നാണ്. ഇനി നമുക്ക് ഭാവഭൂതിയുടെ കൃതികൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഉത്തരരാമചരിതം, ദ ലേറ്റസ്റ്റ് സ്റ്റോറി ഓഫ് രാമ. അതിൽ തന്നെയുണ്ട് സീതാരാമ സ്റ്റോറിയാണ്. മെയിനായിട്ട് വരുന്ന തീം അബൻഡൻമെൻറ്റ് ഓഫ് സീത. നെക്സ്റ്റ് മാലതി മാധവ, പേരിൽ തന്നെയുണ്ട് മാലതിയും മാധവയും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ്. ഇതിൻ്റെ ഒരു ലൊക്കേഷനാണ് ഓർത്ത് വയ്ക്കുന്നത്, പത്മാവതി. അടുത്ത കൃതിയാണ് മഹാവീരചരിത. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കൃതി. വേറൊരു കാര്യം, ബാക്കിയെല്ലാം കരുണരസത്തിലുള്ളതാണെങ്കിൽ ഇത് അതായത് ഹീറോയിസത്തിൻ്റെ രസത്തിലാണ് എഴുതിയിട്ടുള്ളത്. രാമനും രാവണനൊക്കെ വരുന്ന രാമായണത്തിൻ്റെ കഥ തന്നെയാണ്. ഭാവഭൂതിയുടെ ഫസ്റ്റ് പ്ലേ ആണ്. അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന കുറച്ച് ഡീറ്റെയിൽസ് തരുന്നത് ഇതിൻ്റെ പ്രലോഗിലാണ്. ഇനി നമുക്ക് ഭാവഭൂതിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻറ്റ് ഇന്ത്യ, ഭാവഭൂതി, ഹസ്തിമല ആൻഡ് ക്ഷേമേശ്വര were famous Jain monks, playwrights, temple architects, philosophers. Correct answer playwrights ആണ്. Second question, ഭാവഭൂതി was the court poet of which ruler? കനിഷ്ക, ധർമ്മപാല, ചന്ദ്രഗുപ്ത മൗര്യ, യശോവർമ്മൻ. കറക്റ്റ് ആൻസർ 4th ഓപ്ഷൻ ആണ്, യശോവർമ്മൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് എ ഗ്രേറ്റ് പ്ലേ റൈറ്റ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് പ്ലേ ഉത്തര രാമചരിത്രം, ദ ലേറ്റർ പാർട്ട് ഓഫ് രാമാസ് ലൈഫ്. കറക്റ്റ് ആൻസർ ഭാവഭൂതിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് വാസ് റിട്ടൺ ബൈ ഭാവഭൂതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, മാലതി മാധവ.